my dear students, once again welcome back to permutations and combinations. Permutations and combinations എന്നുള്ള ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 9ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോമ്പിനേഷൻസിൻ്റെ പ്രത്യേകതകളാണ്. പെർമ്യൂട്ടേഷൻസിൻ്റെ പല പ്രത്യേകതകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സിലബസിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കണ്ടേ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോമ്പിനേഷൻ? ഓക്കെ, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഈ ക്രിക്കറ്റിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് നമ്മുടെ കയ്യിൽ നമ്മുടെ ടീമിൽ 3 ബാറ്റ്സ്മാൻമാരുണ്ടെന്ന്, ഓപ്പണേഴ്സായിട്ട് 3 പേരെ ടീം സെലക്ട് ചെയ്ത സമയത്തെടുത്ത് വിചാരിക്കും. അതിൻ്റെ പേരുകൾ A, B, C 3 ബാറ്റ്സ്മാൻമാരുടെ പേരുകളാണ്. ഈ 3 പേരിൽ നമുക്കറിയാം 2 ഓപ്പണേഴ്സിനെ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ 2 ഓപ്പണേഴ്സിനെ 3 പേരിൽ നിന്ന് നമുക്ക് എത്ര തരത്തിൽ സെലക്ട് ചെയ്യാം? ഇപ്പോൾ എത്ര തരത്തിൽ സെലക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പണേഴ്സിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 3 പേരിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എയും ബിയും കൂടെ ഒരു ഓപ്പണേഴ്സിനായിട്ട് സെലക്ട് ചെയ്യാം. മറ്റേതെന്ന് പറഞ്ഞാൽ എയും സിയും കൂടെ വേണേ വരാം. പിന്നെ വരുന്നത് ബിയും സിയും കൂടെ അല്ലേ? ഇത് 3ഉമാണ് ഈ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരുടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ക്രിക്കറ്റിൻ്റെ ബാറ്റിംഗ് തുടങ്ങുമ്പോൾ ഓപ്പണേഴ്സായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുന്ന ആ 2 പേരുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ അവരുടെ ഒരു ഓപ്പണേഴ്സ് എന്ന് പറയാം അല്ലേ? ഓപ്പണേഴ്സ് എന്ന് പറയാം. ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓപ്പണിംഗ് കോമ്പിനേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും തമ്മിൽ വരിക എന്ന് പറഞ്ഞാൽ, എയും ബിയും വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ 2 പേരുണ്ടാകും. അവരിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് 2 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കോമ്പിനേഷൻ എന്ന് വിളിക്കുക അല്ലേ? ആ ഗ്രൂപ്പിനെയാണ്. ഇതും പെർമ്യൂട്ടേഷനുമായിട്ട് എന്താണ് വ്യത്യാസം? ഇതും പെർമ്യൂട്ടേഷനായിട്ടുള്ള വ്യത്യാസം പറയാൻ വേണ്ടി വളരെ എളുപ്പത്തിലൊരു കാര്യം പറയാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എയും ബിയും എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ, ഇവർ 2 പേരും കൂടെ ഗ്രൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൽ ഒരാൾ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യും അല്ലേ? ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പണർ എന്ന് വിളിക്കുക. ദെൻ അയാളുടെ കൂടെ വരുന്ന ആളെയാണ് സെക്കൻഡ് ഓപ്പണർ എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ബാറ്റിംഗ് ലൈൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും വരിക, 1, 2, 3 എന്ന് പറഞ്ഞ് വരുമ്പോൾ ഇവർ 2 പേരായിരിക്കും 1ഉം 2ഉം വരിക. ഇനി എ ബി എന്നുള്ള ഈ ഓപ്പണേഴ്സിന് തന്നെ നമ്മളൊരു ഓർഡർ കൊടുത്തു അവിടെ അല്ലേ? ഫസ്റ്റ് എ, സെക്കൻഡ് ബി. ഇത് തന്നെയാണ് ഈ ഓപ്പണിംഗ് കോമ്പിനേഷൻ തന്നെയാണ് ഇപ്പോൾ ഇവർ നമ്മൾ തിരിച്ചെടുക്കുകയാണെന്ന് വിചാരിക്കുക. 1ാമത്തെ ബാറ്റ്സ്മാൻ ബി ആയിട്ട് വരിക, 2ാമത്തെ ബാറ്റ്സ്മാൻ എ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ വേറൊരു ഓർഡറാണ് കണ്ടോ? ഈവൻ ദോ ഇത് 2 പേരും എയുടെയും ബിയുടെയും ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ പോലും ഇവയുടെ ഓർഡർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓർഡർ കൊടുത്ത് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ ഇതിനകത്ത് എ ബി എന്ന് പറയുന്നതും ബി എ എന്ന് പറയുന്നതും കോമ്പിനേഷന്റെ കേസിൽ രണ്ടും സെയിമാണ്. എയുടെയും ബിയുടെയും കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എ ഫസ്റ്റ് വന്നാലോ ബി സെക്കൻഡ് വന്നാലോ ഒന്നൊരു വിഷയമല്ല. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. കോമ്പിനേഷന് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടെ കൂട്ടി ഒറ്റ എണ്ണമായിട്ടാണ് നമ്മൾ കോമ്പിനേഷന്റെ കേസിൽ കണക്കാക്കുന്നത്. അതേസമയം പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർലി അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റും ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡും. ഇവിടെ തിരിച്ചു വരുന്നു, ബി ഫസ്റ്റ് എ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് രണ്ടിനും പെർമ്യൂട്ടേഷൻ ഓർഡർലി അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും പെർമ്യൂട്ടേഷന്റെ കേസിൽ വ്യത്യസ്തമാണെങ്കിലും കോമ്പിനേഷന്റെ കേസിൽ സെയിം ആണ്. അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കമ്പൈൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ശരിക്കും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എയും ബിയും തമ്മിൽ ഒരു കോമ്പിനേഷനാണ്, എയും സിയും തമ്മിൽ വേറൊരു കോമ്പിനേഷനാണ്, ബിയും സിയും തമ്മിൽ വേറൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കോമ്പിനേഷന്റെ കേസിൽ ഈ 3 ഓപ്പണേഴ്സിനെ എടുത്താൽ 3 പേരിൽ നിന്ന് 2 പേരുടെ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ 3 തരത്തിലാണ്. അതേസമയം ഇത് രണ്ടും എ ബി എന്നുള്ള കോമ്പിനേഷന്റെ കേസിൽ സെയിം ആണ്. ഇനി എയും സിയും കൂടെ ഉള്ള കോമ്പിനേഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ അറിയാം എയും സിയും ഒരെണ്ണം വരാം, പിന്നെ സിയും എയും വേറൊരെണ്ണം വരാം. അവിടെ ഒരു ഓർഡർ ഉണ്ട്. ഇത് പെർമ്യൂട്ടേഷന്റെ കേസിൽ രണ്ടും രണ്ടാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ കൂടുന്നത് എയുടെയും സിയുടെയും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുപോലെ തന്നെ ബിയും സിയും, ഇവിടെ ബി സി എന്നുള്ളൊരു കോമ്പിനേഷൻ വരാം, ഒരു ഓർഡർ വരാം, അല്ലെങ്കിൽ സി ബി എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓർഡർ വരാം അല്ലേ? അപ്പോൾ നമ്മൾ കോമ്പിനേഷന്റെ കേസിൽ ഈ 3 എണ്ണത്തിൽ നിന്ന് 2 പേരുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്നത് 3 എണ്ണമാണ്. അതേസമയം പെർമ്യൂട്ടേഷൻ ആണെങ്കിലോ
ഇത് 2, 4, 6 എണ്ണം വരും. അപ്പോൾ ഇതാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 2 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 2 കളർ ഉണ്ടായാൽ മതി, അവിടെ എങ്ങനെയൊന്നുമില്ല. പക്ഷെ അവിടെ ഒന്നാമത്തെ കളർ രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞ് നമ്മളൊരു ഓർഡർ ചെയ്യുമ്പോൾ അവിടെയാണത് പെർമ്യൂട്ടേഷനായി മാറുക. അപ്പോൾ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിൽ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ നല്ല വ്യത്യാസമാണ്. ഇനി നമുക്കൊന്ന് നോക്കാം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മൾ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ 3 പേരിനകത്ത് നമ്മൾ 2 പേരുടെ പെർമ്യൂട്ടേഷൻ എത്ര അറേഞ്ച്മെന്റ് ചെയ്യാന്ന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 3ൽ നിന്നും 2ന്റെ പെർമ്യൂട്ടേഷൻ 3p2 അല്ലേ? ദാറ്റ് ഈസ് 3 factorial by NPR is n factorial by n minus r factorial. So it is 3 minus 2 factorial എന്ന് വരും. That is equal to 3 factorial by 1 factorial എന്ന് വരും. 3 factorial എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 into 2 into 1 ആണ്. 1 factorial 1 ആണ്. That's equal to 6 എന്ന് വരും. ഓക്കെ, അതേസമയം ഇതേ പെർമ്യൂട്ടേഷൻ ഇനി കോമ്പിനേഷൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയല്ല. ഇതിനെ എഴുതുന്ന 3ൽ നിന്ന് 3 പേരുടെതിനകത്ത് നിന്ന് 2 പേരുടെ കോമ്പിനേഷൻ, അതിന് പെർമ്യൂട്ടേഷന് പകരം പിക്ക് പകരം നമ്മൾ സി എന്ന് എഴുതും. ബാക്കിയെല്ലാം സെയിം 3c2 എന്ന് വരും. അതിന് ചെറിയൊരു ഫോർമുലയിൽ ചെറിയ വ്യത്യാസമുണ്ട്. 3c2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ നമ്മൾ പറയും 3 factorial by 2 factorial എന്ന് പറയും. ഇതിൻ്റെ കൂടത്തിൽ ഒരു r factorial, ഇവിടെ നമ്മൾ പറഞ്ഞ 2 factorial അല്ല, 3 factorial by 3 minus 2 factorial എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ കൂടുതൽ എക്സ്ട്രാ ഒരു 2 factorial കൊണ്ട് വരും. ഞാൻ എൻ്റെ ഫോർമുലയായിട്ട് പറയാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം. ഓക്കെ, ഇത് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ r അറ്റ് എ ടൈം. NCR, n മേലിൽ എഴുതും, c നടുക്ക് എഴുതും, r താഴെ എഴുതും. അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാറുണ്ട്, NCR എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാറുണ്ട്, CNR എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ NCR എന്ന് പറഞ്ഞാൽ NCR ഈസ് ഈക്വൽ ടു ഫോർമുല ഏതാണ്? n factorial by r factorial into n minus r factorial. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 0 less than r less than or equal to n. ഇതായിരിക്കണം എപ്പോഴും ആറിൻ്റെ വാല്യൂ. അതായത് നമ്മൾ പറയാം 10 പേരിൽ നിന്ന് നമുക്കൊരു 12 പേരുടെ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് എത്ര എണ്ണം എന്നുള്ളതാണ്. അതെപ്പോഴും ഈ നമ്മുടെ ഉള്ളതിനെ കഴിഞ്ഞും ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കണം. അതാണ് 0 less than r less than or equal to n എന്ന് പറയുന്നത്. 10 പേരിനകത്ത് നിന്ന് മാക്സിമം 10 പേരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല മക്കളെന്ന് എഴുതി വയ്ക്കണം. നമ്മൾ ഇതുമായിട്ട് നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് നോക്കിക്കേ, NPRൻ്റെ ഫോർമുല നമുക്കറിയാം. NPR എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന n factorial by n minus r factorial ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ വരുന്നത് ഒരു r factorial കൂടെ കൂടി വരും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്രകാരം വേണമെങ്കിൽ പറയാം, NCR എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടി NPRൻ്റെ കൂടെ NCR എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇതിൻ്റെ കൂടെ ഒരു NPRനെ ഒരു r factorialന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. തിരിച്ചു വരും അല്ലേ. NPR ഈസ് ഈക്വൽ ടു അങ്ങനെ വരാം. NPR ഈസ് ഈക്വൽ ടു ഇങ്ങനെയല്ല. NPR എന്ന് പറഞ്ഞാൽ NCRനെ ഒരു r factorialന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇതിനെ ഒരു r factorial മൾട്ടിപ്ലൈ ചെയ്താൽ r factorial വെട്ടിപ്പൊക്കോളും. എന്നിട്ട് n factorial by n minus r factorial എന്ന് വരും. ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് എഴുതി വയ്ക്കാം മക്കളെ. എന്താ എഴുതുന്നത്? എഴുതിക്കോളൂ. Number of combinations of n things taken r at a time, small r ആണ്, taken r at a time, ഈ r ആണ്, r at a time, denoted by NCR. നമ്മൾ എഴുതുന്ന സിമ്പിൾ ഇത് തന്നെ ആയതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്താൽ മതിയാവും. NCR ആൻഡ് ഈസ് NCR. പിന്നെ ചിലപ്പോൾ ഇങ്ങനെയും എഴുതാറുണ്ട് കേട്ടോ. NCRന് ഇങ്ങനെയും ഒരു റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ. പക്ഷേ ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക, പ്രിൻറ്റിങ്ങിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ എഴുതുമ്പോഴെല്ലാം നമ്മൾ എഴുതുന്ന ഈ ഒരു സിമ്പിളും ഈ ഒരു സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്താൽ മതി. NCR ഡിനോട്ടഡ് ബൈ NCR ഓർ ZNR ഇങ്ങനെയും പറയാറുണ്ട്, ഓർ ഇങ്ങനെയും. ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ആൻഡ് ഈസ് ഗിവൺ ബൈ NCR is equal to n factorial by r factorial into n minus r factorial, comma, where 0 less than r less than or equal to n.
ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഈ ഫോർമുല നമ്മളൊന്ന് പഠിച്ചു വെച്ചോണം. NCR is equal to n factorial by r factorial into n minus r factorial, where 0 less than r less than or equal to n. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കാനൊരു ഇതിനു വേണ്ടി ചില ടിപ്സുകൾ ഒന്ന് എഴുതി വെച്ചോളൂ. വേണമെങ്കിൽ ഇതും കൂടെ ഒന്ന് എഴുതി വയ്ക്കാം നമുക്ക്. നോട്ട് നമ്പർ 1. NPR is equal to NCR into r factorial. ഇത് നമ്മളൊരു കണക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, ദെൻ നോട്ട് നമ്പർ 2, NCN is equal to നമുക്ക് വളരെ കൂളായിട്ട് പറയുവാണെങ്കിൽ 10 പേരിൽ നിന്ന് 10 പേരുടെ ഒരു കോമ്പിനേഷൻ എത്ര തരത്തിലുണ്ടാക്കാൻ പറ്റും? അത് ഒരു തരത്തിലല്ലേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 3 പേരിൽ 3 ഓപ്പണേഴ്സ്, അതിന് 3 പേരൊരു കോമ്പിനേഷൻ ഉണ്ടാക്കണം. എത്ര തരത്തിൽ പറ്റും? 3 പേര്. 3 പേരെയും കൂടെ ഒരുമിച്ചിരുത്താനല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ 3 പേരുണ്ട്, ആ 3 പേരുടെ എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ. 3 പേരും കൂടെ കൂടുന്ന ഒരു കമ്പൈൻഡ് ഗ്രൂപ്പ്. അപ്പോൾ NCN എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആ ഒരെണ്ണേ ഉള്ളൂ. ഇത് നമ്മുടെ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? n ഫാക്ടോറിയൽ ബൈ, നമുക്കറിയാം NCRന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഇത് n ഫാക്ടോറിയൽ ബൈ ആറിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെയാണ് ഇൻറ്റു n മൈനസ് n ഫാക്ടോറിയൽ. ഇത് തമ്മിൽ കട്ടായി പോവും. സോ 1 ബൈ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. സോ ആൻസർ ഈസ് 1. അപ്പോൾ NCN ഈസ് ഈക്വൽ ടു 1. നിങ്ങൾ ഈ ഫോർമുല മാത്രം ഒന്ന് പഠിച്ചാൽ മതി. Then note number 3, NC0 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 10 പേരിനകത്തുനിന്ന് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ? 10 പേരിനകത്തുനിന്ന് ആരും ഇല്ലാത്തൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. അത് നമുക്ക് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത എത്ര എണ്ണം ഉണ്ടാവും? അങ്ങനെ ഒരു ഗ്രൂപ്പും ഇല്ലാത്ത ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 0 ഫാക്ടോറിയൽ എന്ന് വരും. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ 1 ആണ്. n മൈനസ് 0 എന്ന് പറഞ്ഞാൽ n ആണ്. n ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 1 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും 1 ആണ് മക്കളെ. അപ്പോൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണം. NCNഉം 1 ആണ്, NC0യും 1 ആണ്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ നോട്ട്, ദാറ്റ് ഈസ് NC, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണ്. NCR ഈസ് ഈക്വൽ ടു NCN മൈനസ് ആർ. NCR ഈസ് ഈക്വൽ ടു NCN മൈനസ് ആർ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 5C3 എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 3 ഫാക്ടോറിയൽ അല്ലേ? എന്ന് വെച്ചാൽ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നമ്മൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 5C3 എന്ന് പറഞ്ഞാലും 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5C2 ആണ്. 5C2 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഫാക്ടോറിയൽ അല്ലേ? എന്ന് വെച്ചാൽ എന്താ? 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഈസ് 3 ഫാക്ടോറിയൽ. കണ്ടോ? അപ്പം ഇത് രണ്ടും സെയിം അല്ലേ? ഈ 5C3 എന്ന് പറഞ്ഞാലും 5C2 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഈ ഫോർമുല പറയുന്നത്. NCR ഈസ് ഈക്വൽ ടു NCN മൈനസ് ആർ. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 28 ആണ് വിചാരിക്കും. 28C26 ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് കണ്ടുപിടിക്കുന്നതിന് വളരെ ഈസി ആയിട്ട് 28C2 കണ്ടുപിടിച്ചാലും മതി എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന കാര്യം. ഓക്കെ, കാരണം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ. അപ്പോൾ ഇതെടുത്താലും മതിയാവും. അപ്പോൾ അതാണ് NCR ഈസ് ഈക്വൽ ടു NCN മൈനസ് ആർ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്, പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ മക്കളെ. ദെൻ നോട്ട് നമ്പർ 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ഒരു വകഭേദമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇങ്ങനെ ഞാൻ എഴുതിത്തരാം. NCA ഈസ് ഈക്വൽ ടു NCB എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 5C3 ഈസ് ഈക്വൽ ടു 5C2 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ 3യും 2യും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 5 കിട്ടണം. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. ഇഫ് NCA ഈസ് ഈക്വൽ ടു NCB ഇംപ്ലൈസ് A plus B ഈസ് ഈക്വൽ ടു
രണ്ടോട് കൂട്ടിയാൽ എന്ത് കിട്ടും? ഇത് രണ്ടോട് കൂട്ടിയാൽ എന്ത് കിട്ടണം? n കിട്ടണം അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പോൾ 22C3 എന്ന് പറഞ്ഞാലും 22C എത്ര വരണം? 19 എന്ന് അല്ലേ? 19 3 കൂടെ കൂട്ടിയാലേ ഉള്ളൂ 22 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും ഇത് 19 വരണം. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം, 25ZA എന്ന് പറഞ്ഞാലും 21 എന്ന് പറഞ്ഞാലും സെയിം ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് നമുക്കറിയാം 21 എ കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 25 കിട്ടണം. അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു റിസൾട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു സംഭവം ഉണ്ട്, എന്താണ്? എയും ബിയും എന്തായിരിക്കണം? സെയിം ആയാലും മതി അല്ലേ? 5C2 = 5C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെയിം ആണെങ്കിൽ കറക്റ്റാണ്, അങ്ങനെയും വരാം. അപ്പോൾ NCA = NCB implies either A = B or A plus B = N. അപ്പോൾ ഈ രണ്ട് കേസ് വരാം. അപ്പോൾ ഒന്ന് എഴുതിക്കാം മക്കളെ. NCA = NCB implies A plus B = N or A = B. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഇതായിരിക്കണം മിക്കവാറൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സാധനം. ഓക്കെ, ദെൻ ആറാമത് ഒരു റിസൾട്ടും കൂടെ, അതും കൂടെ ഒന്ന് എഴുതിക്കൊള്ളുക. ദറ്റ് ഈസ് NCR plus NCR-1 is equal to N+1CR. ഇത് നമുക്ക് അത്ര വലിയ യൂസ് ഇല്ല, എന്നാലും ഒന്ന് പഠിച്ചു വെച്ചോളുക. ഇത് നമുക്ക് പിന്നീട് അടുത്ത ചാപ്റ്ററിലൊക്കെ നമുക്കൊരു ആവശ്യം വരാവുന്ന ഒരു ഫോർമുലയാണ്. NCR plus NCR-1 is equal to N+1CR. ഇത്രയുമാണ് നമുക്ക് മക്കളെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ. ഈ ഒരു സെറ്റ് ഓഫ് റിസൾട്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഈ ഡെഫിനേഷനെ കൂടാതെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് പഠിച്ചോളുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്ന ഈ ഒരു സാധനമാണ്, അതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, let's have an example. If NC9 is equal to NC8, find the N. It's a very simple but a powerful question. We know NCA is equal to NCB implies A plus B is equal to what? A plus B is equal to N, right? So NC9 is equal to NC8 implies what? NC9 is equal to NC8 implies ഇത് രണ്ടും കൂട്ടിയാൽ എന്ത് കിട്ടണം? N കിട്ടണം. N is equal to 9 plus 8, that's equal to 17, right? So N is equal to 17. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഈ ഒരു റിസൾട്ട് അറിഞ്ഞാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ അതിൻ്റെ റീസണും കൂടെ ഒന്ന് എഴുതി പോകണം. ബിക്കോസ് ഇഫ് NCA is equal to NCB implies A plus B is equal to N. That's the reason. Okay മക്കളെ? Yes. Here is another one. If NC8 is equal to NC2, find NC2. That's the question. നേരത്തെ പോലെ തന്നെ ഒരു ക്വസ്റ്റൻ ആണ്. ആദ്യം നമുക്ക് N-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? If NCA is equal to NCB implies what? A plus B is equal to N. So NC8 is equal to NC9 implies 8 plus 9 is equal to N. That means N is equal to 17, right? So it is N-ന്റെ വാല്യൂ കിട്ടി. നമ്മളോട് ചോദിച്ചാൽ N അല്ല, ഫൈൻഡ് NC2 എന്നാണ്. Therefore NC2 എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 17C2. That is equal to, ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി ഞാൻ പറയാം, നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുക. ഈവൻ ദോ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ NCR is equal to N factorial by R factorial into N minus R factorial എന്നാണെങ്കിൽ പോലും ഇത്ര എഴുതുന്നതിന് പകരം ഇപ്പോൾ 17C2 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് 2 ടേം താഴോട്ട് എഴുതുക. 17 അതിനെ കഴിഞ്ഞ് 1 കുറയും 16. ഈ 2 ടേം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ 2ആണ് ഈ ടേമുകളുടെ എണ്ണം നിർണ്ണയിച്ചത്. എത്ര എണ്ണം വേണത് പറയും. ഇപ്പോൾ 17C3 ആണെങ്കിൽ ഇവിടെ 3 എണ്ണം എഴുതുക, 17C4 ആണെങ്കിൽ 4 എണ്ണം എഴുതുക, അത്രയേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് 2 ആയതുകൊണ്ട് താഴെന്ന് എഴുതുക 1 into 2 എന്ന്. ഇത് കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്. നമുക്കറിയാം 17C2 എന്ന് പറഞ്ഞാൽ 17 factorial by 2 factorial into 17 minus 2 factorial അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 factorial by 2 factorial into 17 minus 2 എന്ന് പറഞ്ഞാൽ 15 factorial വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 17 into 16 into 15 factorial എഴുതാം. ഡിവൈഡഡ് ബൈ 2 factorial into 15 factorial എഴുതിയാൽ ഇത് രണ്ടും കട്ടായി പോയിക്കോളും. കണ്ടോ? അപ്പോൾ 17 into 16 by 2 factorial എന്ന് പറഞ്ഞാൽ 1 into 2 തന്നെയാവും.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 8 എന്ന് വരും. 17 × 4 68, 68 × 2 136 എന്ന് വരും. സോ ദാറ്റ്സ് ദ വാല്യൂ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ സംഭവം ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. മക്കളെ അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ എഴുതിപ്പോലും വന്നിട്ടുണ്ട്. NC8 = NC9 എഴുതി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് ചെറുതായിട്ട് തിരുത്തണം. ഇവിടെ NC2 അല്ല NC9 ആക്കണേ. ഇപ്പം NC8 = NC9 ഫൈൻഡ് NC2 അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഒന്ന് മാറ്റണം. NC8 = NC9 ആൻഡ് ഫൈൻഡ് NC2 എന്നാക്കണം. അപ്പോൾ NC8 = NC9 ആണെങ്കിൽ നമുക്കറിയാം N ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 17 ആണ്. അപ്പോൾ NC2 എന്ന് പറഞ്ഞാൽ 17C2 ആണ്. 17 × 8/1 × 2. സോ ആൻസർ ഈസ് 136 എന്ന് വരും. ഓക്കെ, മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇവിടെ ഒന്ന് ഞാൻ എടുത്ത് എഴുതിയപ്പോഴത്തേക്കോ അതൊന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് തിരുത്തി മാറ്റേണ്ടതാണ്. ഓക്കെ, ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. If 2NC3 = NC2 = 12:1, find n. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്കതിലേക്കൊന്ന് പോവാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഒന്ന് എടുത്ത് നോക്കാം. 2NC3 = NC2 = 12:1 implies 2NC3 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 2n നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. 2NC3 / NC2 = 12/1 എന്ന്. അതാണല്ലോ A/B എന്ന് പറഞ്ഞാൽ മീനിങ്. ഓക്കെ, ദാറ്റ് ഈസ് 2n × അതിന് 3 ടൈം താഴോട്ട് എഴുതണം. 2n × 2n - 1 × 2n - 2, റൈറ്റ്? 3 ടൈം താഴോട്ട് എഴുതി. ഇനി ഇവിടുന്ന് 3 ടൈം മേലോട്ട് എഴുതണം. 1 × 2 × 3 ഡിവൈഡഡ് ബൈ NC2 എന്ന് പറഞ്ഞാൽ 2 ടൈം ആണ് എഴുതേണ്ടത്. അപ്പോൾ താഴോട്ട് എഴുതേണ്ടത് ഇവിടെ 2 ആയതുകൊണ്ട്. സോ n × n - 1 ഡിവൈഡഡ് ബൈ 1 × 2 = 12/1. ഓക്കെ ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2n × 2n - 1 × 2n - 2 എന്ന് വേണമെങ്കിൽ ഒരു 2 പുറത്തെടുത്തേക്കാം. അപ്പോൾ നമുക്ക് n - 1 എന്ന് വരുമല്ലോ. ഈ 2 ഇവിടുന്ന് പുറത്തേക്കുമ്പോൾ n - 1 വരും. ഡിവൈഡഡ് ബൈ 1 × 2 × 3 ഉണ്ട്. × 3. ഇനി ഇത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. എന്ന് വെച്ചാൽ 1 × 2 മുകളിൽ പോകും. ഡിവൈഡഡ് ബൈ n × n - 1 എന്ന് വരും. = 12/1 = 12 തന്നെ. അപ്പോൾ ഈ 1ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഒരു n കട്ടായി പോവും, പിന്നെ ഒരു n - 1ഉം കട്ടായി പോവും. ഓക്കെ, അപ്പം മിച്ചം അറിഞ്ഞുകൊണ്ട് നോക്കിക്കാം മക്കളെ. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, 4 ഉണ്ട്. സോ 4/3 എന്ന് വരും. ഇത് 2, ഈ 2 4 ആവും. /3 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 2n - 1 ഉണ്ട്. = 12 എന്ന് വരും അല്ലേ? ഈ 4ഉം ഈ 12ഉം കൂടെ വെട്ടാം. അപ്പോൾ നമുക്ക് 3 എന്ന് വരും. ക്രോസ് ചെയ്യുമ്പോൾ 2n - 1 = 3 × 3 9 എന്ന് വരും. സോ 2n = 9 + 1 = 10. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, മനസ്സിലായോ? സിമ്പിൾ അല്ലേ? Okay, here is another question. If 2NC3 = NC3 = 11:1, then find n. നമ്മൾ നേരത്തെ ചെയ്തോളൂ തന്നെ എഴുതാം. 2NC3 / NC3 = 11/1. 3 ടൈം എഴുതണം. 2n × 1 കുറയുമ്പോൾ 2n - 1 ആവും. ഒന്നും കൂടെ കുറയുമ്പോൾ 2n - 2 ആവും. ഡിവൈഡഡ് ബൈ 1 × 2 × 3 ഡിവൈഡഡ് ബൈ NC3 നമ്മൾ n × n - 1 × n - 2 3 ടൈം താഴോട്ട് എഴുതി. ഡിവൈഡഡ് ബൈ 1 × 2 × 3 = 11/1 എന്ന് പറഞ്ഞാൽ 11 ആവും അല്ലേ? ഇനി നമുക്ക് ഈ 1 2 3 രണ്ട് സ്ഥലത്തും ഉണ്ട്, അതങ്ങ് കട്ടായി പോയിക്കോളും. ബാക്കി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആവും. ദാറ്റ് ഈസ് 2n × 2n - 1 ഇതിനകത്ത് രണ്ടിനകത്ത് നേരത്തെ പോലെ തന്നെ നമുക്കൊരു 2 ഇങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ n - 1 വരും. താഴെ n ഉണ്ട്, n - 1 ഉണ്ട്, n - 2 ഉണ്ട്. ഇതിൽ n കട്ടായി പോയിക്കോളും, n - 1ഉം കട്ടായി പോയിക്കോളും. = 11 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 2 × 2 4 വരും. 4 × 2n - 1 ഡിവൈഡഡ് ബൈ n - 2 = 11 എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കൊന്ന്
ക്രോസ് ചെയ്യാം. 2n മൈനസ് 1 ഈസ് ഈക്വൽ ടു 11n മൈനസ് 22 എന്ന് വരും അല്ലേ. ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് 8n എന്ന് വരും. 4 into 2 is 8n minus 4 is equal to 11n minus 22. n എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 11n ഉള്ളതുകൊണ്ട് 8n അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 11n ഉണ്ട് മൈനസ് 8n വരും. 22 ഇപ്പുറത്തേക്ക് വരും പ്ലസ് 22 ആവും. 22 മൈനസ് 4 എന്നാവും. 22ന്ന് 4 പോയാൽ 18 വരും. ഇസ് ഈക്വൽ ടു 11n നിന്ന് 8n കുറച്ചാൽ നമുക്കറിയാം 3n വരും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് n എന്ന് പറയാൻ എത്ര വരും മക്കളെ? 18/3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 6 ആയിട്ട് കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായോ ചെയ്തത്? സിമ്പിൾ അല്ലേ? അപ്പോൾ മക്കളെ നമ്മൾ ഇപ്പോൾ ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ NCRൻ്റെ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ NCRൻ്റെ ഫോർമുലയിൽ നിന്നാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഫോർമുല എന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചില അതിൻ്റെ നോട്ടുകൾ പറഞ്ഞിരുന്നു. ആ നോട്ടുകളും കൂടി നിങ്ങളൊന്ന് പഠിക്കുക. അപ്പോൾ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പക്ഷേ ഈ 6 നോട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നോട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ NCRൻ്റെ ഫോർമുലയും. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ, ഗുഡ് ബൈ.